എത്രയൊക്കെ തന്നെയായാലും തുളസിപ്പൂവിന് ഭഗവാന്റെ കാലിലാണല്ലോ സ്ഥാനം എന്നൊക്കെ വിചാരിച്ചിട്ട് താമര ഇങ്ങനെ ഓരോന്ന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഓരോന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുളസി ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കിടക്കുക എന്ന് പറയുന്നതിൻ്റെ ആനന്ദം തുളസിക്ക് അറിയാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് താമരയ്ക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഇതെല്ലാം ഭഗവാന് അറിയുന്നുണ്ട്. തുളസി വിചാരിക്കുന്നതും താമര വിചാരിക്കുന്നതും എല്ലാം അറിയുന്നുണ്ട്. താമരയുടെ അഹങ്കാരം മാത്രമല്ല, തുളസിയെ കളിയാക്കി എന്നുള്ള അതാണ് ഭഗവാനെ കൂടുതൽ വേദനിപ്പിച്ചത്. ആ നിമിഷം തന്നെ ഈശ്വരൻ തൻ്റെ കയ്യിലുള്ള താമരയെ ചെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ താമരയ്ക്ക് അപ്പോഴാണ് തൻ്റെ തെറ്റ് മനസ്സിലായത്. താൻ എത്രയോ ഭാഗ്യം ചെയ്തവളായിരുന്നു. ഇത്രയും കാലം ഭഗവാൻ വലം കയ്യിൽ തന്നെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നിരുന്നാണ് ഈ നിമിഷം ചെളിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ താമരപ്പൂ പിന്നെ ഭഗവാന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ്. തൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് പറയും.